നിങ്ങൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് അല്ലെങ്കിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കുറച്ചു മണിക്കൂറുകൾ ഒട്ടും സാധാരണമായി കണക്കാക്കപ്പെടുന്നില്ല. ഈ പ്രദേശങ്ങളിൽ മഴ പെട്ടെന്ന് ശക്തമായേക്കാമെന്നും ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയുടെ സാഹചര്യമുണ്ടായേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അതുകൊണ്ടാണ് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നത്. അതേസമയം എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട്. ഓറഞ്ച് അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് കാലാവസ്ഥ അതിവേഗം അപകടകരമായ രൂപം പ്രാപിക്കാമെന്നും ആളുകൾ മുൻകൂട്ടി പൂർണ്ണ തയ്യാറെടുപ്പോടെ ഇരിക്കണമെന്നുമാണ്. നിങ്ങൾ ഈ ജില്ലകളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യ കാരണങ്ങളില്ലാതെ വീടിന് പുറത്തിറങ്ങുന്നതിനു മുമ്പ് കാലാവസ്ഥയുടെ പുതിയ വിവരങ്ങൾ തീർച്ചയായും നോക്കുക. ഇത്തരത്തിലുള്ള കൃത്യവും വേഗത്തിലുള്ളതുമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തുടർച്ചയായി വേണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ തീർച്ചയായും ഓൺ ചെയ്യുക. ഇതേസമയം കനത്ത മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുണ്ടെന്നും അതിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ എത്തിയേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പലയിടങ്ങളിലും കാറ്റിന്റെ മർദ്ദം മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുതി തൂണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും വൈദ്യുതി വിതരണം തടസ്സപ്പെടാനും സാധ്യതയുള്ളത്ര കൂടുതലായിരിക്കാം. അതിനാൽ മേൽക്കൂരകൾ ബലമില്ലാത്ത വീടുകളിലുള്ളവർക്കോ താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവർക്കോ അധിക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് അപകടസാധ്യത ഇനിയും വർദ്ധിച്ചിട്ടുണ്ട്. കാരണം തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം മണ്ണ് പൂർണ്ണമായും കുതിർന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നു. എന്നാൽ അപകടം മഴയിൽ മാത്രം ഒതുങ്ങുന്നതാണോ? ഒരിക്കലുമല്ല. ഇത്തവണത്തെ ഏറ്റവും വലിയ ഭീഷണി പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം, മലകളിൽ നിന്ന് പാറകൾ വീഴുന്നത്, മുൻകൂട്ടി സൂചനകളില്ലാത്ത ഉരുൾപൊട്ടൽ എന്നിവയാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. അതുകൊണ്ടാണ് പുഴയോരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും മലഞ്ചെരിവുകളിലും ഒട്ടും അശ്രദ്ധ കാണിക്കരുതെന്ന് അധികൃതർ ജനങ്ങളോട് നിരന്തരം അഭ്യർത്ഥിക്കുന്നത്. ഒരു ചെറിയ തെറ്റ് വലിയ അപകടത്തിന് കാരണമായേക്കാം. നിങ്ങളുടെ കുടുംബത്തിലേക്കും ഈ പ്രധാന കാലാവസ്ഥാ മുന്നറിയിപ്പ് കൃത്യസമയത്ത് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഓരോ കാലാവസ്ഥാ അപ്ഡേറ്റും നിങ്ങൾക്ക് ആദ്യം ലഭിക്കും. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും സ്ഥിതി സാധാരണ നിലയിലല്ല. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഏകദേശം 2.7 മീറ്റർ മുതൽ 3.5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉയരാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി അറിയിച്ചിട്ടുണ്ട്. അതിനാൽ കടൽ തീരത്ത് വിനോദയാത്രയ്ക്കോ ഫോട്ടോഗ്രഫിക്കോ വിനോദ ആവശ്യങ്ങൾക്കോ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ചെറിയ വള്ളങ്ങളും മത്സ്യബന്ധന ബോട്ടുകളും കടലിൽ ഇറക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തുറമുഖത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകൾ ശക്തമായ കയറുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി കെട്ടാനും ശക്തമായ തിരമാലകളിൽ കൂട്ടിയിടി ഒഴിവാക്കാനും അവയ്ക്കിടയിൽ മതിയായ അകലം പാലിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം വിദ്യാഭ്യാസ മേഖലയിലും കാലാവസ്ഥയുടെ ആഘാതം പ്രകടമാണ്. കനത്ത മഴയും ഉരുൾപൊട്ടൽ സാധ്യതയും കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. എങ്കിലും സർവകലാശാലകളുടെയും പബ്ലിക് സർവീസ് കമ്മീഷനിന്റെയും നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമൊന്നുമില്ല. പരീക്ഷയുള്ള വിദ്യാർത്ഥികൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്താൻ നിർദ്ദേശമുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം മലയോര മേഖലകളിൽ താമസിക്കുന്നവർ പകൽ ദേനം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ആവർത്തിച്ചു. രാത്രിയാകാൻ ഒട്ടും കാത്തിരിക്കരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള ഭൂമിയിൽ വിള്ളലുകൾ കാണപ്പെടുകയോ മലയിൽ നിന്ന് ചെറിയ കല്ലുകൾ വീഴാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ ജലപ്രവാഹം പെട്ടെന്ന് വർദ്ധിക്കുകയോ ചെയ്താൽ അത് സാധാരണ സൂചനയായി കണക്കാക്കരുത്. ഇത് വലിയ ഉരുൾപൊട്ടലിന്റെ പ്രാഥമിക മുന്നറിയിപ്പുമായിരിക്കാം. വരും ദിവസങ്ങളിൽ കേരളത്തിന് ആശ്വാസം ലഭിക്കുമോ അതോ മഴ ഇനിയും ഭയാനകമായ രൂപം പ്രാപിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിലവിൽ തീരദേശ ന്യൂനമണ്ഡല സംവിധാനം സക്രിയമായി തുടരുകയാണ്. കാലവർഷക്കാറ്റ് തുടർച്ചയായി ഈർപ്പമെത്തിക്കുന്നു. ഇതിന്റെ അർത്ഥം ഇടവിട്ട നേരിയതോ മിതമായതോ ആയ മഴയോടൊപ്പം പലയിടങ്ങളിലും കനത്ത മഴ തുടരാം. അതിനാൽ നിലവിൽ ആശ്വാസത്തിന് സാധ്യത കുറവാണ്. ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. വരും മണിക്കൂറുകളിൽ കാലാവസ്ഥയിലെ അടുത്ത മാറ്റം ഏത് ജില്ലകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക, ഏതൊക്കെ പ്രദേശങ്ങൾ പുതിയ അലർട്ട് പട്ടികയിൽ ഉൾപ്പെടുമേക്കാമെന്നും ഈ മഴ എപ്പോൾ വരെ തുടരുമെന്നതിനെക്കുറിച്ചുള്ള ഓരോ വലിയ വിവരങ്ങളും വേഗത്തിൽ ഞങ്ങൾ നിങ്ങൾക്കായി എത്തിച്ചുകൊണ്ടിരിക്കും. അതിനാൽ കൂടെയിരിക്കുക, ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരിലേക്കും ഈ പ്രധാന കാലാവസ്ഥാ മുന്നറിയിപ്പ് തീർച്ചയായും എത്തിക്കുക.
അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ കാലാവസ്ഥയിൽ പൂർണ്ണമായ സ്ഥിരത തിരിച്ചുവരാൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. അതിനാൽ കേരളത്തിലെ ജനങ്ങൾ അടുത്ത കുറച്ചുകാലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നേരത്തെ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള അധിക മഴ പോലും സ്ഥിതികളെ വേഗത്തിൽ വഷളാക്കിയേക്കാം. അതുകൊണ്ടാണ് ഭരണകൂടവും ദുരന്ത നിവാരണ വകുപ്പും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിരന്തരം അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളുടെ വീടിന് ചുറ്റും പുഴയോ തോടോ മലഞ്ചെരിവോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കുക. തുടർച്ചയായ മഴയുള്ളപ്പോൾ കുട്ടികൾ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കളിക്കാൻ അനുവദിക്കരുത്. വാഹനം ഓടിക്കുമ്പോൾ വെള്ളം കയറിയ റോഡുകളിൽ പോകാൻ ഒഴിവാക്കുക. കുത്തൊഴുക്കുള്ള വെള്ളത്തിന്റെ ആഴം കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നിസ്സാരമെന്ന് തോന്നുന്ന വെള്ളക്കെട്ട് പോലും വലിയ അപകടത്തിന് കാരണമായേക്കാം. കാലാവസ്ഥാ വകുപ്പ് ഇതും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് പ്രദേശങ്ങളിൽ ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ടോ അവിടെ സ്ഥിതി ഓരോ കുറച്ചു മണിക്കൂറുകളിലും മാറിയേക്കാം. അതുകൊണ്ട് പഴയ കാലാവസ്ഥാ പ്രവചനത്തിൽ മാത്രം വിശ്വസിക്കരുത്. മറിച്ച് പ്രാദേശിക ഭരണകൂടത്തിന്റെയും ഔദ്യോഗിക കാലാവസ്ഥാ അപ്ഡേറ്റുകളുടെയും മേൽ നിരന്തരം നിരീക്ഷണം നിലനിർത്തുക. ഭരണകൂടം ഏതെങ്കിലും പ്രദേശം ഒഴിപ്പിക്കാനോ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാനോ നിർദ്ദേശം നൽകിയാൽ താമസമില്ലാതെ അത് പാലിക്കുക. സമയബന്ധിതമായി എടുത്ത ഒരു നടപടി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും. തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കും അപകടം ഇതുവരെ പൂർണ്ണമായും മാറിയിട്ടില്ല. ഉയർന്ന തിരമാലകൾ, കടലാക്രമണം, ശക്തമായ കാറ്റ് എന്നിവ തീരപ്രദേശങ്ങളിൽ അപകടസാധ്യത വർദ്ധിപ്പിക്കാം. മത്സ്യബന്ധനക്കാർ കടലിൽ പോകാൻ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം കടൽ തീരങ്ങളിൽ അനാവശ്യമായ സഞ്ചാരത്തിൽ നിന്ന് അകലം പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിനോദസഞ്ചാര ആവശ്യത്തിനായി കടൽ തീരത്തേക്ക് പോകുന്ന ആളുകളും നിലവിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. അതേസമയം മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭൂശൃംഖലം ഏറ്റവും വലിയ ആശങ്കയായി തുടരുന്നു. തുടർച്ചയായ മഴ കാരണം മണ്ണ് ദുർബലമായിട്ടുണ്ട്. ഏത് സമയത്തും ചരിവുകളിൽ നിന്ന് അവശിഷ്ടങ്ങളോ പാറകളോ താഴേക്ക് വരാം. എവിടെയെങ്കിലും ഭൂമിയിൽ വിള്ളലുകൾ കാണപ്പെടുകയോ മരങ്ങൾ ചരിയുകയോ കുന്നുകളിൽ നിന്ന് നിരന്തരം ചെറിയ കല്ലുകൾ വീഴുന്നത് കാണുകയോ ചെയ്താൽ അത് അപകടത്തിന്റെ സൂചനയായി കണക്കാക്കി സുരക്ഷിത സ്ഥലത്തേക്ക് പോകുക. നിങ്ങൾ ഇതുവരെ ഞങ്ങളോടൊപ്പമുണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചയായും ഓർക്കുക. കാലാവസ്ഥയുടെ ഏറ്റവും വലിയ വെല്ലുവിളി വലിയ മുന്നറിയിപ്പില്ലാതെ മുന്നിലെത്തുന്നതാണ്. അതുകൊണ്ട് ഈ വിവരം നിങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. ഇത് നിങ്ങളുടെ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ ബാധിത ജില്ലകളിൽ താമസിക്കുന്ന ആളുകളിലേക്കും തീർച്ചയായും എത്തിക്കുക. നിങ്ങൾ പങ്കുവച്ച ഒരു വിവരം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. നിങ്ങൾ ഇത്തരത്തിലുള്ള കൃത്യവും ഏറ്റവും വേഗത്തിലുള്ളതുമായ കാലാവസ്ഥാ അപ്ഡേറ്റുകൾ നിരന്തരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ തീർച്ചയായും ഓൺ ചെയ്യുക.